കോഴിക്കോട് കോൺഗ്രസിൽ 3 വിമതരാണ് നിലവിലുള്ളതെന്നും 48 മണിക്കൂറിനകം 3 പേരും പിൻവാങ്ങിയില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നുമാണ് DCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം കൊടുത്ത മുന്നറിയിപ്പ്. എന്നാൽ നേതൃത്വമാണ് പിഴവ് തിരുത്തേണ്ടത്, 48 മണിക്കൂർ അന്ത്യശാസനമൊന്നും അംഗീകരിക്കില്ല എന്ന് പറയുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളും വിമത സ്ഥാനാർത്ഥികളുമായ മുഹമ്മദ് ഇശാലും ജിതിൻ പല്ലാട്ടും. ഇരുവരും സ്ഥാനാർത്ഥികളായി മത്സര രംഗത്ത് തുടരുമെന്ന് ചുരുക്കം. കോഴിക്കോട് 3 വിമതർ എന്നുള്ളതാണ് DCC പ്രസിഡന്റ് തന്നെ പറയുന്നത്. ആ വിമതർ പക്ഷേ പ്രചാരണവുമായി രംഗത്തേക്ക് എത്തുകയാണ്. തിരുവമ്പാടി പഞ്ചായത്ത് പുന്നയ്ക്കൽ വാർഡിൽ 7ാം വാർഡാണ് അല്ലേ? ജിതിൻ പല്ലാട്ടാണ് ചേരുന്നത്. ജിതിൻ, അങ്ങക്ക് ഭാരവാഹിത്വം ഉണ്ടായിരുന്നതാണ്. 48 മണിക്കൂറാണ് DCC പ്രസിഡന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് അംഗീകരിക്കുന്നുണ്ടോ? പാർട്ടിയിൽ തുടരാനാണോ തീരുമാനം, അല്ലെങ്കിൽ പ്രചാരണവുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത്? പ്രചാരണമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കാരണം ഈ വാർഡിനെ സംബന്ധിച്ച് ഇതൊരു വലിയ വാർഡാണ്. ഇത് കുറേ സാധാരണക്കാരുള്ള ഒരു വാർഡാണ്. അപ്പോൾ ഇവിടെ പല ആവശ്യങ്ങൾക്കും രാത്രിയായാലും പകലായാലും ഒക്കെ ഒരു മെമ്പറുടെ സാന്നിധ്യം അനിവാര്യമാണ്. അപ്പം മുത്തമ്പുഴ പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് നമുക്കറിയാമല്ലോ, 10-20 കിലോമീറ്റർ മുകളിൽ നിന്നും ഇങ്ങോട്ടൊരാളെ കെട്ടിയിറക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ അത് അംഗീകരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പോലും ഈ 48 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നീട് അങ്ങ് കോൺഗ്രസിൻ്റെ അംഗത്വമുള്ള ആൾ അല്ലാതായി മാറും. അത് തത്വത്തിൽ അങ്ങനെ ആവുമെങ്കിലും എൻ്റെ മനസ്സും എൻ്റെ ഇതെല്ലാം കോൺഗ്രസ് തന്നെയാണ്. അപ്പം ഞാൻ വിജയിച്ചു വരുമ്പോൾ എന്നെ ആര് പുറത്താക്കുന്നു അവരെന്നെ തിരിച്ചെടുക്കുമെന്നുള്ള നല്ല വിശ്വാസം എനിക്കുണ്ട്. കുന്നമംഗലം ബ്ലോക്കിലെ കാരശ്ശേരി ഡിവിഷനിൽ മത്സരിക്കുന്ന മുഹമ്മദ് ഇശാലാണ്. ഇശാൽ വിമതനാണ്, 48 മണിക്കൂറേ ഉള്ളൂ, അല്ലെങ്കിൽ പാർട്ടിക്ക് പുറത്താണെന്നുള്ളതാണ് DCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. വിമതനാണ് എന്ന പക്ഷത്തോട് ഞാൻ ചേരുന്നില്ല. യഥാർത്ഥത്തിൽ വിമതനല്ല. കാരണം ഇന്നാട്ടിലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവർക്ക് വേണ്ടി കൂടിയാണ് മത്സരിക്കുന്നത്. ഇപ്പം വ്യക്തിപരമായൊരു ലക്ഷ്യമല്ല, ദിശാലിന് മത്സരിക്കാനല്ല, ജില്ലാ നേതൃത്വം അവഗണിച്ചു എന്ന വേദനയിൽ നിന്നാണ്, പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ഞാൻ ഒറ്റക്കല്ല. ഈ തെരഞ്ഞെടുപ്പിൽ കേവലം ഒരു വിമതൻ സ്വരമല്ല ഉയർത്തുന്നത്. ജില്ലാ നേതൃത്വം എടുത്ത നയങ്ങൾക്കെതിരെ കാരശ്ശേരിയുടെ പ്രതിഷേധമാണ്. എനിക്ക് ഒരു സംശയവുമില്ല, ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരാൻ പറ്റും. എന്താണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ മെറിറ്റ്, എന്ത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം തീരുമാനിച്ചുണ്ടായത് എന്നത് ജില്ലാ നേതൃത്വം വ്യക്തമാക്കേണ്ട കാര്യമാണ്. തിരുത്തേണ്ടിയിരുന്നു എന്ന് തന്നെയാണ്. തിരുത്തേണ്ടിയിരുന്നു. പാർട്ടി തിരുത്താത്തത് കൊണ്ട് പാർട്ടിയെ തിരുത്താൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. പാർട്ടിയോട് ഇതല്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡുകളിൽ മത്സരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഞാൻ വോട്ട് ചോദിക്കും. കാരണം പബ്ലിക്കായി പറ്റില്ലല്ലോ, പാർട്ടി പുറത്താക്കിയ പോലെ ഞാൻ എനിക്ക് പറ്റുന്ന പ്ലാറ്റ്ഫോമിൽ ചോദിക്കും. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മിസ്ബ് കീരൂരിന് വേണ്ടി ഞാൻ വോട്ട് ചോദിക്കും. ഞാൻ UDF-നെതിരല്ല, ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്കും അനുകൂലമാണ്. എനിക്ക് ആകെയുള്ള വിയോജിപ്പ് പാർട്ടി സ്വീകരിച്ച ഈ നയത്തോട് മാത്രമേ ഉള്ളൂ. നേരത്തെ ജിതിൻ പല്ലാട്ട് സംസാരിച്ചതുപോലെ, ദിശാൽ സംസാരിക്കുന്നത് പോലെ ചില തിരുത്തലുകൾ അനിവാര്യതയാണ് എന്നുള്ളതാണ് തന്നെയാണ് ഈ യുവ നേതാക്കളൊക്കെ തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് ഇത്തരം പ്രതിഷേധവുമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.